നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്നതിന് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയെ നാടുകടത്തണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അംഗനവാടിയിൽ 1000 വാട്ട്സ് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് പ്രവർത്തനക്ഷമമായി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 31 വരെ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം. വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 52 വർഷത്തെ കഠിന തടവും 1,95,000 രൂപ പിഴയും വിധിച്ചു. വാർത്തകൾ വിശദമായി. സംസ്കരിക്കാനും നിർമ്മാർജ്ജനം ചെയ്യാനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന വീടുകളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കുന്നതിന് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. സർക്കാരിന്റെ ISO സർട്ടിഫിക്കേഷനും ക്ലീൻ കേരള കമ്പനിയുടെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അംഗീകാരമുള്ള ആക്രി ഇംപാക്ട് എന്ന സ്ഥാപനത്തിനാണ് വീടുകളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കാൻ കൗൺസിൽ അംഗീകാരം നൽകിയത്. ഡയപ്പറുകൾ, സാനിറ്ററി നാപ്കിനുകൾ, മെഡിസിൻ സ്ട്രിപ്പുകൾ, ഡ്രസ്സിംഗ് കോട്ടൺസ്, സിറിഞ്ച്, സൂചികൾ, മരുന്ന് കുപ്പികൾ, കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നിവയാണ് ഇവർ ശേഖരിച്ചു കൊണ്ടുപോവുക. കിടപ്പ് രോഗികളും പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്നവരുമായ ആളുകളുള്ള വീടുകളിൽ ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതിക്ക് നഗരസഭ അംഗീകാരം നൽകിയത്. ആക്രി ആപ്പിന്റെ ബയോമെഡിക്കൽ വിഭാഗത്തിൽ ബുക്ക് ചെയ്യുകയോ 800-890-5089 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ ബന്ധപ്പെട്ട സ്ഥാപന പ്രതിനിധികൾ ബുക്കിംഗ് ദിവസങ്ങളിൽ തന്നെ വീടുകളിലെത്തിയ മാലിന്യം കൊണ്ടുപോകും. ഇതിനായി പ്രത്യേക കവർ നൽകും. മാലിന്യത്തിന് കിലോഗ്രാമിന് 45 രൂപ വീട്ടുകാർ നൽകണം. BPL അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസിൽ ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണിക്കും. ഇതിനുള്ള തുക നഗരസഭ പദ്ധതി വഴി വകയിരുത്തും. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മഴവെള്ളം കിണറുകളിലേക്ക് റീചാർജ് ചെയ്യുന്നതിന് നഗരസഭ ധനസഹായം നൽകും. 55 ലക്ഷം രൂപ ചെലവിൽ 400 വീടുകളിലാണ് ഈ വർഷം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് RHRDC എന്ന ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിന്റെ ടെൻഡർ കൗൺസിൽ അംഗീകരിച്ചു. മഴക്കാലത്ത് മേൽക്കൂരയിലെ മഴവെള്ളം പൈപ്പ് വഴി എത്തിച്ച ശുദ്ധീകരണത്തിന് ശേഷം കിണറുകളിലേക്ക് ശേഖരിക്കുന്നതാണ് പദ്ധതി. നഗരസഭയിലെ ശുചീകരണ വിഭാഗത്തിൽ 10 ജീവനക്കാരെ കൂടി അധികമായി നിയമിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിനായി താൽക്കാലികമായി നിയമിച്ചിരുന്ന പരിചയസമ്പന്നരായ 17 പേരെ ദിവസവേതന അടിസ്ഥാനത്തിൽ 1 വർഷ കാലയളവിൽ നിയമിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയ്ക്ക് പുതിയ മൊബൈൽ ഫ്രീസർ വാങ്ങുന്നതിനുള്ള ടെൻഡർ കൗൺസിൽ അംഗീകരിച്ചു. ബെന്നി ബെഹനാൻ MP-യുടെ വികസന ഫണ്ടിൽ നിന്നും 6.75 ലക്ഷം രൂപ ഉപയോഗിച്ച് 18, 12, 6 വാർഡുകളിൽ മിനി മാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് കൗൺസിൽ അംഗീകാരം നൽകി. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. നേരെ കാനിലേക്ക് വെച്ചാക്കുന്നത് വെള്ളം വലിയ കൊഴിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അടക്കം ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് പോയി പരിശോധിച്ചിട്ട് അവരുടെ അത് അടയ്ക്കാൻ പറഞ്ഞു. അത് അടപ്പിച്ചു.
പക്ഷെ ആ അടപ്പിച്ചെങ്കിലും അവർ ഈ വേസ്റ്റ് സംസ്കരണമുള്ള സംവിധാനം ഒരുക്കാത്തതിൽ നമ്മുടെ ഹെൽത്ത് വിഭാഗം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നും അവിടെ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് രാത്രി രൂക്ഷമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടായപ്പോ അവിടെ പോയി ഞാനും എന്റെ അയൽവക്കാരനും ഒരു പത്രപ്രവർത്തനം ഉണ്ടായി നോക്കിയപ്പോ അവിടെ ഈ ഫുഡ് വേസ്റ്റ് അടക്കമുള്ള സംഭവങ്ങള് നിലവിലെ നഗരസഭയുടെ കാനയുടെ ഭിത്തി തുറന്ന് ഒരു പൈപ്പ് ഇതിലേക്ക് സ്ഥാപിച്ചേക്കുന്നു. ഈ കാനിലേക്ക് പുതിയ UDF ലീഡർ വന്നതിന് ശേഷം അതിമനോഹരമായിരിക്കുന്ന ചാലക്കുടി നഗരസഭ ചെടികളൊക്കെ വെച്ചിട്ട് അഭിനന്ദിക്കുകയാണ്, ഹെൽത്ത് ചെയർമാനും അഭിനന്ദിക്കുകയാണ്. ഈ പുതിയ UDF ലീഡർ ഇത് മുൻ ചെയർമാൻമാർക്ക് ആർക്കും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ രണ്ടാമതൊരു അഭിനന്ദനം, ചാലക്കുടി നഗരസഭയിലെ ഞാൻ ഒരുപാട് നാളായിട്ട് പറഞ്ഞൊരു കാര്യമാണ് സുന്ദരികവലയും ആശ്രമ ജംഗ്ഷനും അടച്ചുപൂട്ടുന്ന കാര്യം. അന്ന് ആരും അത് മുകളിലേക്ക് എടുത്തില്ല. പക്ഷെ ഇപ്പൊ അത് അടച്ചുപൂട്ടി. അതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ചാലക്കുടി നഗരസഭ. പക്ഷെ 2 ജീവൻ പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിലിപ്പോ ആർക്കും ഒരു ഇളവും കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമുള്ള ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കാര്യത്തില് കർക്കശമായിട്ടുള്ള നടപടി എന്ത് തന്നെയായാലും മാലിന്യം നമ്മുടെ പൊതു തോട്ടിലേക്ക് ഒഴുക്കിയത് നേരിട്ട് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോൾ പല സ്ഥലത്തുണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോ ബോധ്യപ്പെട്ട നേരിട്ട് കണ്ടെത്തിയ ഒരു പിഴവ് എന്നുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി നമ്മൾ സ്വീകരിച്ചു പോയില്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഹെൽത്തിൽ പറഞ്ഞ് പോയി നോക്കി പൈപ്പും കൊടുത്തല്ലാതെ ഇതിന്റെ വിവരം എന്തെന്ന് വിചാരിച്ചാൽ ഈ പൈപ്പ് മുകളിലേക്ക് തിരിച്ചു വയ്ക്കും. അപ്പൊ നമ്മൾ പോയി നോക്കുമ്പോ വെള്ളം വിടുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ വെള്ളം വിട്ടിട്ട് മണം വരുമ്പോ നമ്മൾ പോയി നോക്കിയിട്ട് അവിടെ അടുത്ത് പല പ്രാവശ്യം വന്നിട്ട് അവർ ടാങ്കർ മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെയുള്ള ദേശീയപാതയുടെ ഇരുവശങ്ങളും മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ അണിനിരന്ന മെഗാ ശുചീകരണ യജ്ഞം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PG സത്യപാലൻ, ലിജോ ജോസ്, PS സുമേഷ്, വ്യാപാരി വ്യവസായി കൊരട്ടി യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി പാഴായി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MJ ഫ്രാൻസിസ്, MR രമ്യ, സ്മിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ ഹൈവേയിലെ മെഗാ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി 25 ചാക്ക് പ്ലാസ്റ്റിക് ചില്ലുകുപ്പികളാണ് ശേഖരിച്ചത്. മാലിന്യമുക്ത കൊരട്ടിയുടെ ഭാഗമായി ഹരിത കവലകൾ, ഹരിത അയൽക്കൂട്ടം, ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം, ഹരിത ആരാമം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വേറെയില്ല ക്ലാസ് ചീത്തയായിരുന്നു. എന്നാ ജഡ്ജീസ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദിയുടെ ഭാഗമായി ഫ്യൂച്ചർ ചെസ് അക്കാദമിയുടെ സഹകരണത്തോടെ ഓൾ കേരള അണ്ടർ-17 ചെസ് ടൂർണമെന്റ് നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മാർച്ച് 29 ശനിയാഴ്ച സ്കൂളിൽ വെച്ച് ചെസ് അസോസിയേഷൻ കേരളയുടെയും ചെസ് അസോസിയേഷൻ തൃശൂരിന്റെയും അനുമതിയോടുകൂടി നടത്തുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നായി 300ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 കാറ്റഗറികളിലായി നടത്തുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ, മത്സര വിജയികൾക്ക് ആകർഷകമായ ട്രോഫികൾ, ബെസ്റ്റ് സ്കൂളിനും ട്രോഫികൾ നൽകും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മത്സരം. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. രജിസ്ട്രേഷൻ അവസാന തീയതി മാർച്ച് 27 വാർത്താസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, ഫ്യൂച്ചർ ചെസ് അക്കാദമി മാനേജിംഗ് പാർട്ണർ വിപിൻ വിജയൻ, പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്ലിൻ, നഗരസഭാ അംഗം നിത പോൾ, സിസ്റ്റർ അനീഷ എന്നിവർ പങ്കെടുത്തു. 29 ശനിയാഴ്ച SH ഗവൺമെന്റ് സ്കൂൾ ചാലക്കുടിയിൽ വെച്ച് ഫ്യൂച്ചർ ചെസ് അക്കാദമിയുടെ സഹകരണത്തോടുകൂടി ഓൾ കേരള അണ്ടർ 17 ചെസ് ടൂർണമെന്റ് നടത്തുന്നു. ചെസ് അസോസിയേഷൻ കേരളയുടെയും ചെസ് അസോസിയേഷൻ തൃശ്ശൂരിൻ്റെയും അനുമതിയോടുകൂടി നടത്തുന്ന ഈ ടൂർണമെൻറ്റിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സ്കൂളുകളിൽ നിന്നായിട്ട് 300ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 കാറ്റഗറികളിലായി നടത്തുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും, മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും ആകർഷകമായ ട്രോഫികളും, ബെസ്റ്റ് സ്കൂളിനും ബെസ്റ്റ് അക്കാദമിക്കും ട്രോഫികളും നൽകുന്നുണ്ട്. രാവിലെ 9:30 ഇനോഗ്രേഷൻ പരിപാടിയോടുകൂടി മത്സരം ആരംഭിക്കും. വൈകിട്ട് 5 മണി വരെയായിരിക്കും മത്സരങ്ങൾ. തുടർന്ന് സമ്മാനദാനം. എല്ലാവർക്കും അറിയാം, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഡി യുഗേഷ് ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഈ വർഷം അതിൻ്റെ ഒരു അലയടിയെന്നോണം കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും നിരവധി കുട്ടികളാണ് ചെസ്സിലേക്ക് ആകർഷകമായി വന്നുകൊണ്ടിരിക്കുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും മറ്റ് ഇഷ്യൂസിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ നല്ല രീതിയിലേക്ക്, ആകർഷകമായ രീതിയിലേക്ക് അവരുടെ സ്വഭാവം രൂപപ്പെടുത്തുകയും അവരുടെ ക്ഷമാശീലം, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലേക്ക് അതിൻ്റെ ഏറ്റവും പ്രാധാന്യത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യവും കാര്യങ്ങളും ചെസ്സിന് ലഭിച്ചിട്ടുണ്ട്. 9:15 മണിക്ക്, കാരണം നമുക്ക് 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യണം. എങ്കിലും നമുക്ക് ഒരു 5 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ഷിബു ആലപ്പനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചെറിയൊരു പരിപാടിയോടുകൂടി അത് കഴിഞ്ഞ് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ചെറിയ ബ്രീഫിംഗ് ഉണ്ടാവും. ഇതിൻ്റെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തവളക്കുഴി മലയൻ നിയുക്തി അംഗനവാടിയിൽ 1000 വാട്ട്സ് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് പ്രവർത്തനക്ഷമമായി. വാഴച്ചാൽ കാടാർ നിയുക്തി മൂപ്പത്തി ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സാമൂഹിക പ്രതിബദ്ധത പ്രോജക്ട് എന്ന നിലയിൽ വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ അനുവാദത്തോടെ തൃശൂർ സെൻട്രൽ റോട്ടറി ക്ലബിന്റെ സാമ്പത്തിക സഹകരണത്തോടെയാണ് സോളാർ പദ്ധതി പൂർത്തീകരിച്ചത്. അംഗൻവാടി ടീച്ചർ ഷീബ, വിദ്യാർത്ഥികൾ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ജാക്സൺ ഡേവിഡ്, ട്രഷറർ ദിനേഷ് കുമാർ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിൻസ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ആവശ്യമായ ബൾബുകൾ, ഫാന്, മറ്റ് വാർത്താമാധ്യമ ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു സോളാർ പാനൽ, 25 വർഷം വാറണ്ടിയുള്ള സോളാർ പാനലും 5 വർഷം വാറണ്ടിയുള്ള UPS-ഉം ചേർന്നതാണ്. ഞങ്ങൾ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സെൻട്രലിൻ്റെ ഭാരവാഹികളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആയിട്ട് നമുക്ക് വർഷങ്ങളിലെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ഫാദർ ജീനോ അതുപോലെ ഡോക്ടർ ധന്യ രണ്ടുപേരും ആവശ്യപ്പെട്ടനുസരിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി അറിയുന്നത്, ആവശ്യം അറിയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബിൽ നിന്ന് അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യം കാണിച്ചു. ഈ അംഗൻവാടിയിലെ ഇവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഒരു നല്ല പ്രൊജക്റ്റായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ ഒരു സോളാർ യൂണിറ്റുകൾ വയ്ക്കാൻ അവിടുത്തെ കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് ചെയ്യാൻ സഹകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്ത സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൻ്റെ മാനേജ്മെന്റ് ടീമിനോടും അതുപോലെ ഇവിടുത്തെ അത് കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച വ്യക്തികളോടുള്ള നന്ദി അറിയിക്കും. ഗോൾഡൻ നഗർ ജോസ് പല്ലിശ്ശേരി അവാർഡ് സുരേഷ് മുട്ടത്തിക്ക് അന്തരിച്ച പ്രശസ്ത സിനിമാ നാടക കലാകാരൻ ജോസ് പല്ലിശ്ശേരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ജോസ് പല്ലിശ്ശേരി അവാർഡ് കലാസാംസ്കാരിക രംഗങ്ങളിലെ മികവും
നാടകത്തെയും നാടകകലയ്ക്കും നൽകി പോരുന്ന പ്രോത്സാഹനവും കണക്കിലെടുത്താണ് മേലൂർ സ്വദേശിയായ സുരേഷ് മുട്ടത്തേക്ക് നൽകുന്നത്. മാർച്ച് 29 തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് NSS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അവാർഡ് വിതരണം ചെയ്യും. ചടങ്ങിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു ആലപ്പൻ മുഖ്യ അതിഥിയായിരിക്കും. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയെ നാടുകടത്തണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോടശ്ശേരി അതിരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട വെട്ടിക്കുഴി, ചൂളക്കടവ്, വീരൻചിറ, 2 കൈ, പണ്ടാരൻപാറ, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ ഭാഗങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തരം ഭീഷണിയായി തീർന്ന ആനയെ നാടുകടത്തണമെന്ന് പ്രസിഡന്റ് MT ഡേവിസ്, ജനറൽ സെക്രട്ടറി KM ജോസ് എന്നിവർ ചാലക്കുടി DFOയോട് ആവശ്യപ്പെട്ടു. ഏറെക്കാലമായി മലയോര മേഖലയിൽ രാത്രിയിലും പകലും ശല്യക്കാരനായ ആന സ്വൈര ജീവിതം നഷ്ടപ്പെടുത്തുന്നു. പകൽ സമയത്തും ആന റോഡിലൂടെ സഞ്ചരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. സ്കൂൾ കുട്ടികളും അമ്മമാരും വലിയ ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഈ ആന വനപാലകർക്കും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ശല്യക്കാരനായ ആനയെ പിടികൂടി നാടുകടത്തി കർഷകരെ സഹായിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 31 വരെ സംഘടിപ്പിക്കും. മാർച്ച് 25 മുതൽ 31 വരെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ പ്രവർത്തിക്കുക. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സബ്സിഡി, നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബിരിയാണി അരി, മസാലകൾ എന്നിവ പ്രത്യേക വില കുറവിൽ ലഭ്യമാകും. തിരുവനന്തപുരത്ത് 25-നും മറ്റ് ജില്ലകളിൽ 26-നുമാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക. വിഷു, ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് സംഘടിപ്പിക്കുക. ഈ വർഷത്തെ റംസാൻ, വിഷു, ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ ബുധനാഴ്ച രാവിലെ 10:30 നിർവഹിക്കും. കൊല്ലം ചിന്നക്കട സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലും, കോട്ടയം ഹൈപ്പർ മാർക്കറ്റിലും, ഇടുക്കി നെടുങ്കണ്ടം സൂപ്പർ മാർക്കറ്റിലും, പത്തനംതിട്ട പീപ്പിൾസ് ബസാറിലും, എറണാകുളത്ത് തൃപ്പൂണിത്തറ ലാഭം സൂപ്പർ മാർക്കറ്റിലും, ആലപ്പുഴ പീപ്പിൾസ് ബസാറിലും, പാലക്കാട് പീപ്പിൾസ് ബസാറിലും, തൃശൂർ പീപ്പിൾസ് ബസാറിലും റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കും. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പീപ്പിൾസ് ബസാർ, കണ്ണൂർ പീപ്പിൾസ് ബസാർ, വയനാട് കൽപ്പറ്റ സൂപ്പർ മാർക്കറ്റ് എന്നിവയും റംസാൻ ഫെയറുകളുമായി മാറും. 13-ന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ 40-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവും പ്രത്യേകം ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് 30 വരെ നൽകുന്നുണ്ട്. ഇനിയൊരു ഇടവേള.